ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആണ്. അപ്പൊ മക്കൾക്ക് അറിയാം നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചൊക്കെ എവിടെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്രിയാമ്പിളില് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഡിനയൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് എവിടെ പോവാം? കോർട്ടിൽ പോവാം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ? അപ്പൊ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡെമോക്രാറ്റിക് റൈറ്റ്സ് അല്ലെ. ഇറ്റ് ഈസ് ദ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെ, വോട്ടിംഗ് റൈറ്റ്സ്. പിന്നെയോ സെക്കൻഡ് വൺ സെൽഫ് എക്സ്പ്രഷൻ അല്ലെ. നമുക്ക് എന്ത് കാര്യങ്ങൾ, എന്ത് ഇഷ്യൂസ് വന്നാലും നമ്മുടേതായിട്ടുള്ള നിലപാട് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതാണ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പീസ്ഫുൾ അസംബ്ലി. എന്ത് യൂണിയനും എന്ത് ഗ്രൂപ്പും ഫോം ചെയ്യാനുള്ള അവകാശം അല്ലെ. ഇപ്പൊ അസോസിയേഷൻസ് പരമായിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ നമ്മുടെ ഏരിയയിൽ ഫോം ചെയ്യുന്നില്ലേ. അതുപോലെ തന്നെ പാർലമെന്റിൽ ഒരു അസംബ്ലി കൂടുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതൊക്കെ എന്താണ്? പീസ്ഫുൾ ആയിട്ട് കൂടാനുള്ള ഒരു അവകാശം. ആൻഡ് ഇൻഫോർമേഷൻ ആക്സസ്. ഇപ്പൊ പല കേസിന്റെ ബേസ്ഡ് അപ്പോൺ മെനി അതർ കേസസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്തിനാണ്? ഓരോ തരത്തിലുള്ള ആർക്കൈവ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് ഇൻഫോർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള അവകാശം, അതാണ് ഇൻഫോർമേഷൻ ആക്സസ് എന്ന് പറയുന്നത്. It is the fundamental liberties in a democratic society. ഇതൊക്കെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? The democratic rights were including voting, first one voting, and second one self-expression, and third one peaceful assembly, and fourth one it is information access are the fundamental liberties in a democratic society എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇത്തരത്തിലുള്ള റൈറ്റ് ഒക്കെ നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് മക്കളെ? They promote equality. അത് നമ്മൾക്ക് തുല്യത, equality among gender, race, religion ഒക്കെ നമുക്ക് നേടിത്തരുന്നു. ആൻഡ് ജസ്റ്റിസ്, നീതി അല്ലെ. ആൻഡ് ദ റൂൾ ഓഫ് ലോ ആൻഡ് their പ്രൊട്ടക്ഷൻ. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂവിൽ നമ്മൾ പെട്ടുപോയാൽ നിയമാനുസൃതമായ എല്ലാ സപ്പോർട്ടും ലഭിക്കാനുള്ള ഒരു സുരക്ഷിതത്വം. It is crucial for a functioning equitable system and human dignity. നല്ല രീതിയിൽ നമ്മുടെ ഡെമോക്രസി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. എന്തെങ്കിലും ഡിനയൽ വന്നാണെങ്കിൽ അതിനെതിരെ പോരാടണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് റൈറ്റ്സ് നമ്മൾ ഫോളോ ചെയ്താൽ അത് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? They promote equality, justice, and rule of law and their protection. Okay, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ വോട്ടിംഗ് ഉൾപ്പെടുന്നു, സെൽഫ് എക്സ്പ്രഷൻ, പീസ്ഫുൾ അസംബ്ലി, ആൻഡ് ഇൻഫോർമേഷൻ ആക്സസ്. എന്ത് ഇൻഫോർമേഷനും ആക്സസ് ചെയ്യാനുള്ള അവകാശം അല്ലെ. ആൻഡ് ദിസ് റൈറ്റ്സ് പ്രൊമോട്ട് വാട്ട് ഓൾ തിങ്സ്? ഇറ്റ് ലൈക്ക് equality, justice, rule of law, and their protection. Okay, അതാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ലൈഫ് വിത്തൗട്ട് റൈറ്റ്സ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അവകാശങ്ങൾ ഒന്നുമില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ? നോക്കിയാലോ. Around 600 people were secretly captured by US forces and imprisoned in Guantanamo Bay. It is Cuba. It is as enemies of the US. Okay. ഇപ്പോ US ഫോഴ്സസ് 600-ലധികം ജനങ്ങളെ ഇംപ്രിസൺ ചെയ്തു. എവിടെ? Were secretly captured by it is around 600 people were secretly captured by US forces and imprisoned in Guantanamo Bay, Cuba, as the enemies of US.
ഓക്കെ, US-ലെ 600-ലധികം ജനങ്ങളെ ഇറ്റ് ഈസ് ഗുവാൻഡനാമോ ബേ എന്ന് പറയുന്ന ക്യൂബേത്തെ, ആ ഒരു ഗുവാൻഡനാമോ ബേ എന്ന് പറയുന്ന ക്യൂബേത്തെ ആ സ്ഥലത്ത് അവരെ ഇംപ്രിസൺ ചെയ്തു. US-ന്റെ എനിമീസ് ആണ്, ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദി അമേരിക്കൻ ഗവൺമെന്റ് ക്ലെയിം ദേ വെർ ലിങ്ക്ഡ് ടു 9/11 അറ്റാക്ക്. എന്തോ ഒരു വലിയ തരത്തിലുള്ള എന്താ പറയാ തീവ്രവാദി സംഘത്തിന്റെ ഒക്കെ ഒരു തലവന്മാരാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ 600 ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഗ്വാണ്ടനാമോ ബേയില് ഇംപ്രിസൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, and the prisoners were not informed by their country's governments or media. ഈ US ഫോഴ്സസ് ഇവരെ ഇങ്ങനെ ഇംപ്രിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോണ്ടാനാമോ ബേയിലേക്ക് കൊണ്ടുപോയി എന്ന് മീഡിയാസിനോടോ ഗവൺമെന്റിന്റെ ഇതിലോ ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് US ഫോഴ്സസ് 600 പീപ്പിളിനെ ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് എവിടെയാണ് അവരെ ഇംപ്രിസൺ ചെയ്തത്, തടവിലാക്കിയത്? ഇറ്റ് ഇസ് ഗോണ്ടാനാമോ ബേ, ഇറ്റ് ഇസ് ഇൻ ക്യൂബ. അവരെ ഒരു അറ്റാക്കിന്റെ ബേസ്ഡ്, ഇവരൊക്കെ ഒരു 9/11 അറ്റാക്കിന്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് US ഫോഴ്സസ് ഇവരെ ഇംപ്രിസൺ ചെയ്തത്. ഇത് ആരെ മുന്നിൽ ഇവർ ധരിപ്പിച്ചിട്ടില്ല? ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് ഓർ മീഡിയന്റെ മുന്നിൽ ഇത്തരത്തിൽ ആളുകളെ ഇംപ്രിസൺ ചെയ്തു എന്നൊരു വിവരം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ലൈഫ് വിതൗട്ട് റൈറ്റ്സ് എന്ന് പറയുന്ന ഇതിൽ എന്തൊക്കെ കേസസ് ആണ് ഇതിൽ പറയുന്നത്? പ്രിസൺ ഇൻ ഗോണ്ടാനാമോ ബേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് റൈറ്റ്സ് ഇൻ സൗദി അറേബ്യ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെസാക്കർ ഇൻ കൊസോവ നമ്മൾ ഈ ഒരു 3 സ്ഥലത്തുള്ള ഓരോ കേസസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അല്ലെ? ഓക്കെ, Amnesty International reported torture and denial of treatment including for prisoners of war. ഓക്കെ, ഓരോ യുദ്ധത്തിന്റെ ഇതിൽ പ്രിസന്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ല, എപ്പോഴും പണിഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, and despite protest and a UN inquiry, the US government refused to accept these pleas for the prison to be closed. ഓക്കെ, അങ്ങനെ ആംനസ്റ്റി ഇന്റർനാഷണൽ അങ്ങനെ പല ന്യൂസ് ചാനൽസും പറഞ്ഞു എന്താണ്, ഈ പ്രിസണേഴ്സിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ല അവർ നൽകുന്നത്, അതുകൊണ്ട് തന്നെ ഈ പ്രിസൺ ജയിലൊക്കെ ക്ലോസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോ US ഗവൺമെന്റ് അതിനെ ധിക്കരിച്ചു എന്നാണ് പറയുന്നത്, നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടഡ് torture and the denial of treatment including for prisoners of war. And second point, despite the protest and an UN inquiry, the US government refused to accept these pleas for the prison to be closed. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത US ഫോഴ്സസ് ഗോണ്ടനാമോ ബേ അതിനെ കുറിച്ചാണ് ഡിസ്കസ്. അവിടെ പ്രിസണേഴ്സിന് അവകാശങ്ങൾ, എല്ലാവിധത്തിലുള്ള മൗലിക അവകാശങ്ങളും അവിടെ നിഷേധിക്കപ്പെട്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൗദി അറേബ്യയിലുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ചാണ്. ഓക്കെ, the case of Guantanamo Bay highlights the repercussions of a country's government denying rights to its citizens. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? And in Saudi Arabia, citizens are ruled by a hereditary king with no role in electing a changing rulers. അവിടെ election through അല്ല സൗദി അറേബ്യയിൽ ഓരോ ഭരണാധികാരിയും തെരഞ്ഞെടുക്കുന്നത്. മെയിൻലി ഹെറിഡിറ്ററി കിങ് ആണ് അല്ലെ? പരമ്പരാഗതമായി ഇങ്ങനെ ഓരോ തലമുറകളായിട്ട് രാജാക്കന്മാരാവുന്ന ആളുകളാണ് സൗദി അറേബ്യയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ സൗദി അറേബ്യ citizens are ruled by a hereditary king with no role in electing and or changing rulers. Okay, ഇതാണ് സൗദി അറേബ്യയിലുള്ള ആളുകൾ അവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടുന്ന ഒരു പിക്ചറൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്.
പിന്നെ അവിടെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ദ കിങ് സെലക്ട്സ് ദ ലെജിസ്ലേഷൻ. കിങ് ഒരു ഹെഡിനെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എക്സിക്യൂട്ടീവ് ആൻഡ് ജഡ്ജസ് ആൻഡ് മീഡിയ കാൺട് റിപ്പോർട്ട് ഓൺ ദ മൊണാർക്സ് വ്യൂസ്. ഇവിടെ മീഡിയാസ് സൗദി അറേബ്യന്റെ അഡ്മിനിസ്ട്രേഷനിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അവരുടെ വ്യൂസ്, അവരുടെ അവർ പറയുന്ന ഓരോ ഇൻഫോർമേഷൻ ഒന്നും അവർക്ക് ലഭിക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു കിങ് തന്നെയാണ് ലെജിസ്ലേഷൻ എക്സിക്യൂട്ടീവ് അവിടെയുള്ള ജഡ്ജസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് റിലീജിയൻ ഫ്രീഡം ഇസ് ലിമിറ്റഡ്. ഓരോ ജാതിക്കും അവർക്ക് സ്വതന്ത്രമായിട്ട് അത് ഫോളോ ചെയ്യാനുള്ള ഒരു അവകാശം അവിടെ ലിമിറ്റഡ് ആയിരുന്നു. അവിടെ ലിമിറ്റ് ഉണ്ടായിരുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് വിമൻ ഫേസ് പബ്ലിക് റെസ്ട്രിക്ഷൻസ്. സ്ത്രീകൾക്കൊന്ന് പുറത്ത് ഇറങ്ങി എല്ലാ വർക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ദിസ് ഇഷ്യൂ ഇസ് പ്രിവലന്റ് ഗ്ലോബലി. എന്ന് വെച്ചാൽ ജാതിപരമായിട്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എവിടെ? സൗദി അറേബ്യയിൽ, അല്ലെ മക്കളെ? അപ്പൊ എന്താ പറയുന്നത്? അവിടെയുള്ള കിങ് ആണ് ലെജിസ്ലേഷൻ എക്സിക്യൂട്ടീവ് ജഡ്ജസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത്. മീഡിയാസിന് ഒരു റോളും ഇല്ല അവിടെയുള്ള അഡ്മിനിസ്ട്രേഷന്. പിന്നെ ഓരോ ജാതിക്കും അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവർ കൽപ്പിച്ചിരുന്നു. സ്ത്രീകൾക്കും പബ്ലിക് സ്പേസസിൽ ഇരിക്കാനുള്ള റോളോ ഒന്നും അവര് ഇതാക്കിയിട്ടില്ലായിരുന്നു എന്നാണ്. അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ കിങ് സെലക്ട്സ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ്. The king selects legislature, executive and judges, and media can't report on the monarch's views. Okay, and religion freedom is limited and women face public restrictions in Saudi Arabia. എന്ന് മക്കൾ മനസ്സിലാക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട്സിൽ റൈറ്റ് ഡൗൺ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഗോണ്ടാനാമോ ബേ, ക്യൂബയിലുള്ള US ഫോഴ്സസ് 600-ലധികം ജനങ്ങളെ പ്രിസണിൽ ഇതാക്കി പണിഷ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ്. പിന്നെ സൗദി അറേബ്യയിൽ എങ്ങനെ സിറ്റിസൺസ് റൈറ്റ്സ് നിയന്ത്രിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു അല്ലെ ഇപ്പോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ എത്നിക് മെസാക്കർ ഇൻ കൊസാവോ. കൊസാവോ എന്ന സ്ഥലത്തുള്ള ഒരു കൂട്ട മരണം അല്ലെ, അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് കൊസാവോ എന്ന് പറയുന്നത് എവിടെയുള്ള സ്ഥലമാണ്? ഇറ്റ് ഈസ് എ പ്രൊവിൻസ് ഓഫ് യുഗോസ്ലാവിയ. യുഗോസ്ലാവിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു പാർട്ടാണ്, ചെറിയൊരു ഭാഗമാണ് കൊസാവോ എന്ന് പറയുന്ന സ്ഥലം. വാസ് എ പ്രീഡോമിനന്റ്ലി എത്നിക് അൽബേനിയൻ റീജിയൻ വിത്ത് എ മെജോറിറ്റി ഓഫ് സെർബ്സ്. ഒരു അൽബേനിയൻ റീജിയൻ ആണ് അത്. അവിടെ കൂടുതൽ ആളുകൾ സെർബ്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അവിടെയുള്ള ജനങ്ങൾ സെർബ് നാഷണലിസ്റ്റ് മിലോഷെവിക് ഹു വോൺ ദ ഇലക്ഷൻ. അങ്ങനെ സെർബ്സ് എന്ന് പറയുന്ന ജനങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പൊ സെർബ് നാഷണലിസ്റ്റ് പാർട്ടിന്റെ തലവനായിട്ടുള്ള മിലോസെവിക് എന്ന് പറയുന്ന ആളാണ് ഇലക്ഷനിൽ ജയിച്ചത്. ആൻഡ് സോട്ട് ടു ഡൊമിനേറ്റ് ദ കൺട്രി. അയാളുടെ നേതൃത്വത്തിൽ എല്ലാത്തിനെയും അടിച്ചമർത്തി എന്നാണ് പറയുന്നത്. ആ രാജ്യം മൊട്ടാകെ അയാളെ കൊസാവോ എന്ന് പറയുന്ന രാജ്യം മിൽസെവിക് സെർബ്സ് എന്ന് പറയുന്ന ആളുകളാണ് കൊസാവോയിൽ മെജോറിറ്റി. അവരുടെ തലവനാണ് മിലോസെവിക് എന്ന് പറയുന്ന ആള്. അവര് ഇലക്ഷനിൽ ജയിക്കുകയും ആ ഒരു കൺട്രീനെ അടിച്ചമർത്തുകയും ചെയ്തു. And many Serb leaders believed that ethnic minorities should either leave or accept the Serbs' dominance. അപ്പൊ അവരെന്താ പറയുന്നത് മക്കളെ? ഈ ഒരു മിലോസെവിക് എന്ന് പറയുന്ന ആള്, സെർബ്സ് മെജോറിറ്റിയുടെ ലീഡർ ആയിട്ടുള്ള മിലോസെവിക് കൺട്രി ഭരിക്കാനുള്ള ഇലക്ഷനിൽ ജയിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാത്തിനെ അടിച്ചമർത്തി. അദ്ദേഹം പറഞ്ഞു മൈനോറിറ്റി ആയി താഴ്ന്നതിലുള്ള കാസ്റ്റിലുള്ള ആളുകളൊക്കെ ഇവിടെ ഈ ഒരു കൺട്രിയിൽ നിന്ന് പോവണം, പുറത്താക്കപ്പെടണം എന്നൊരു വ്യൂ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് കേട്ടോ. എന്നിട്ട് ഈ സെർബ്സ്, മെജോറിറ്റി ആയി നിൽക്കുന്ന സെർബ്സ് ആയിരിക്കണം ഇവിടെ ഭരിക്കേണ്ടത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു സെർബ് നാഷണലിസ്റ്റ് ലീഡർ ആയിട്ടുള്ള മിലോസെവിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് മക്കളെ? എത്നിക് മെസാക്കർ ഇൻ കൊസാവോനെ കുറിച്ച്. ഇറ്റ് ഈസ് കൊസാവോ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ ഭാഗമാണ് പറഞ്ഞ മക്കള്? ഇറ്റ് ഈസ് എ പ്രൊവിൻസ് ഓഫ് യുഗോസ്ലാവിയ. യുഗോസ്ലാവിയ എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് കൊസാവോ. ഇറ്റ് ഈസ് എ പ്രീഡോമിനന്റ്ലി എത്നിക്. ഏത് എത്നിക് ഗ്രൂപ്പ്സ് ആണ് അവിടെ കൂടുതൽ? അൽബേനിയൻ റീജിയൻ വിത്ത് എ മെജോറിറ്റി ഓഫ് സെർബ്സ്. ഓക്കെ.
and Serb nationalist leader Milosevic, who won the election, okay, and sought to dominate the country. And many Serb leaders believed ethnic minorities should either leave or accept the Serbs' dominance എന്ന പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു സെർബ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള മിലോസെവിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇതാണ് എത്തനിക് മെസാക്കർ ഇൻ കൊസാവോന്റെ ഒരു പിക്ചറൈസേഷൻ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ. ഇനി അവിടെ നടന്നിട്ടുള്ള ആ മെസാക്കറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം കേട്ടോ. കൊസാവോയിൽ നടന്നിട്ടുള്ള ഇറ്റ് ഈസ് ഇൻ ഏപ്രിൽ 1999. ഏപ്രിൽ മാസം ഏത് വർഷമാണ്? 1999. An Albanian family was massacred by Serb troops. ഒരു അൽബേനിയൻ ഫാമിലി അവിടെ കൂട്ടമരണപ്പെട്ടു. ആ ഒരു സെർബ് ട്രൂപ്സ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അതിന്റെ മിലോസെവിക് എന്ന് പറയുന്ന ആളുടെ മിലിറ്ററി ഗ്രൂപ്പ് ഒരു അൽബേനിയൻ ഫാമിലിനെ ഫുൾ ആകെ എന്ത് ചെയ്തു? മെസാക്കർ ചെയ്തു. കില്ലിംഗ് ദിയർ ഹസ്ബൻഡ് ആൻഡ് ലിവിംഗ് ദം വിതൗട്ട് ദിയർ ഹൗസ്, ഹസ്ബൻഡ് ആൻഡ് പൊസിഷൻസ്. ആ ഒരു ഫാമിലിന്റെ എല്ലാ സമ്പത്തും ഈ ഒരു സെർബ് മിലിറ്ററി ട്രൂപ്പ് കവർന്നെടുത്തു. ഹസ്ബൻഡിന് കവർന്നെടുത്തു, അതുപോലെ തന്നെ വീടൊക്കെ അവർ നശിപ്പിച്ചു. This was one of the worst instances of ethnic prejudice-based killings in recent times. അൽബേനിയൻ എന്ന് പറയുന്ന ഫാമിലി ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരുടെ ഫാമിലിനൊക്കെ കൊലപാതകം ചെയ്തു ഇത്തരത്തിലുള്ള മിലോസ്ലെവിക്കിന്റെ മിലിറ്ററി ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതെന്ന് വെച്ചാൽ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് കൊസാവോയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ മിലോസ്ലെവിക് ലോസ്റ്റ് പവർ, അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു ഈ ഒരു മെസാക്കർ നടത്തിയതോടെ. ആൻഡ് വാസ് ട്രൈഡ് ബൈ ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഫോർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. അങ്ങനെ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഇത് പലതരത്തിലുള്ള ക്രൈംസ്, ഈ ഒരു മനുഷ്യത്വമില്ലായ്മ അത്രയും ചെയ്ത മിലോസ്ലെവിക്കിനെ പല ക്രൈംസും അദ്ദേഹത്തിന്റെ തലയിലാക്കി അല്ലെ. Okay, it is in April 1999. An Albanian family was massacred by Serb troops, killing their husband and leaving them without their house and husband and possessions. This was one of the worst instances of ethnic prejudice-based killings in recent times. Milosevic lost power and was tried by International Court of Justice for crimes against humanity. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. ഇത്തരം നമ്മൾ പല ഈവെന്റ്സ് ഇപ്പൊ കണ്ടു. ഗോണ്ടനാമോ ബേ, സൗദി അറേബ്യ, കൊസാവോ പോലുള്ള റീജിയൻസിലെ മെസാക്കർ, അവിടെയൊക്കെ സിറ്റിസൺസിന്റെ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടതാണ് നമ്മൾ കണ്ടത് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് it is we are consider the examples of Guantanamo Bay and Saudi Arabian women, Kosovo, Albanians ne kurichu nammal discuss cheyidu. Imagine a system where security, dignity, fair play are guaranteed to everyone, including proper reason, information for arrest. അല്ലെ, നല്ല തരത്തിൽ സുരക്ഷിതത്വം പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത്? It is we are going to discuss about rights in a democracy. Okay, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത് what are rights, എന്താണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. റൈറ്റ്സ് എന്ന് പറയുന്നത് it is the claims of a person over others. ഒരാള് മറ്റുള്ളവർക്ക് മേല് നൽകുന്നത് റൈറ്റ്സ് ആണ് അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നത് അവകാശങ്ങളാണ് അല്ലെ. ഇപ്പോ സൊസൈറ്റിക്ക്, ഗവൺമെന്റ് എയിമിംഗ് ടു ലിവ് ഹാപ്പിലി വിതൗട്ട് ഫിയർ ഓർ ഡീഗ്രഡേഷൻ, എന്തിനും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഫാമിലി, സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൈറ്റ്സും ഉണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭയവും ഡീഗ്രഡേഷനും അവരുടെ അടിച്ചമർത്തലും ഇല്ലാതെ അവർക്ക് ഭരിക്കാനും പറ്റും, നിലനിൽക്കാനും പറ്റും അല്ലെ. ദേ മസ്റ്റ് ബി റീസണബിൾ ആൻഡ് ഈക്വലി പോസിബിൾ ഫോർ അതേഴ്സ്.
അവര് ഇത്തരം റൈറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണപ്പെടാൻ അവർക്ക് കാണാൻ കഴിയണം. ആൻഡ് നോട്ട് ഹാം ഓർ ഹേർട്ട് അതേഴ്സ്. ഇത്തരം റൈറ്റ്സ് നമ്മൾ സ്വയത്തമാക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഹേർട്ട് ചെയ്യാനോ നമ്മൾ പാടില്ല. മറ്റുള്ളവരെ ഒരേ രീതിയിൽ എല്ലാവരെയും നമ്മൾ പരിഗണിക്കാൻ പഠിക്കണം എന്നാണ് റൈറ്റ്സിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. And the rights are recognized by society. നമ്മുടെ സമൂഹം ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞതാണ് അല്ലെ റൈറ്റ്സ് എന്ന് പറയുന്നത്. And become meaningful only when they are written into law. ഈ അവകാശങ്ങളൊക്കെ അർത്ഥവത്താവുന്നത് എപ്പോഴാണ് മക്കളെ? അത് നിയമപരമായി കോടതിയിൽ വരുമ്പോഴാണ്, നിയമമായി കോടതിയിൽ അപ്രൂവ് ചെയ്യുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ആർ ദ ക്ലെയിംസ് ഓഫ് എ പേഴ്സൺ ഓവർ അതേഴ്സ്, society and the government aiming to live happily without fear or degradation, and they must be reasonable, equally possible for others, and not harm or hurt others. Next point, rights are recognized by society and become meaningful only when they are written into law. Okay, next slide. And socially recognized claims become enforceable when law recognizes them. എന്ന് വെച്ചാല് എല്ലാ വിധത്തിലുള്ള സോഷ്യലി നമ്മൾ കൊണ്ടുവരുന്ന പല സംഗതികളിലും ലോന്റെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഇത് നമ്മൾ ഓരോ റൂൾസ് വരുമ്പോൾ ഇത് നല്ല തരത്തിലുള്ള ഈ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുമ്പോൾ സിറ്റിസൺ ക്യാൻ ഡിമാൻഡ് ദിയർ അപ്ലിക്കേഷൻ. അപ്പൊ എന്താണ് എന്ന് വെച്ചാൽ നല്ല റൈറ്റ്സ് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ റിജക്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ. പിന്നെയോ ഇഫ് റൈറ്റ്സ് ആർ വയലേറ്റഡ് ഓർ ഇൻഫ്രിഞ്ച്മെന്റ്, സിറ്റിസൺസ് ക്യാൻ അപ്രോച്ച് കോർട്സ് ടു പ്രൊട്ടക്ട് ദിയർ റൈറ്റ്സ്. ഇപ്പോ എന്തെങ്കിലും റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കോടതിയിൽ പോയിട്ട് അതിനുവേണ്ടി അപ്രൂവൽ, ആ ഒരു റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പോരാടാം എന്നാണ് പറയുന്നത്. സൊസൈറ്റി പല പദ്ധതികളും പല സിറ്റുവേഷനിലും പല റൈറ്റ്സ് സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും റൈറ്റ്സിൽ എന്തെങ്കിലും ഏതെങ്കിലും നിയമങ്ങള് നമുക്ക് മുന്നിൽ എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ആ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോരാടാം എന്നാണ് പറയുന്നത്. ഓക്കെ, socially recognized claims become enforceable when law recognizes them and citizens can demand their application. Okay, എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് അതിനു വേണ്ടി പോരാടാം. അതാണ് പറയുന്നത് മക്കളെ, എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോർട്സിൽ പോയിട്ട് എന്ത് ചെയ്യാം? ആ ഒരു റൈറ്റ്, ആ ഒരു അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, the notion of right changes from time to time and society to society. അല്ലെ, എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം വരുമ്പോ അതിന് പല മാറ്റങ്ങൾ വരും. പല സമൂഹത്തിലും പല റൈറ്റ്സ് ആണ്. ഇന്ത്യയിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന റൈറ്റ്സ് ആയിരിക്കില്ല അമേരിക്കയിലുള്ളത്. ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രം ടൈം ടു ടൈം ആൻഡ് സൊസൈറ്റി ടു സൊസൈറ്റി. ഓക്കെ, with women's rights to vote in Saudi Arabia appearing strange today. ഇന്നും സൗദി അറേബ്യ എന്ന് പറയുന്ന കൺട്രിയില് എല്ലാ സ്ത്രീകൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഓക്കെ, therefore any claim to call a right must have these three qualities. എന്തെങ്കിലും ഒരു അവകാശം, മൗലിക അവകാശം എന്ന് പറയുമ്പോൾ അതിന് 3 തരത്തിലുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, we have discussed that the notion of right changes from time to time and society to society, with women's right to vote in Saudi Arabia appearing strange today. Okay, therefore any claim to call a right must have these 3 qualities. Okay, appo nokam, why do we need rights in a democracy? നമ്മുടെ ജനാധിപത്യ രാജ്യത്തില് നമുക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് മക്കളെ? നോക്കിയാലോ, because rights are essential for the survival of a democracy. അല്ലെ, നമ്മുടെ
ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ വളരെ പ്രധാനമാണ് അല്ലെ മക്കളെ? പിന്നെയോ എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം? ഇറ്റ് ഈസ് വോട്ടിംഗ് റൈറ്റ്സ് ഷുഡ് ബി ദർ, ഗവൺമെന്റ് ഇലക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാനുള്ള ആൻഡ് എക്സ്പ്രസിംഗ് അവർ ഒപ്പീനിയൻസ് ഇൻ എനി അതർ ഇഷ്യൂസ് ദാറ്റ് ഇസ് പ്രിവലന്റ് ഇൻ അവർ സൊസൈറ്റി. ഓക്കെ, അപ്പൊ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് എ ഡെമോക്രസി and including what all rights should be gained. It is like voting rights and to take part in government election and expressing our opinions. Okay, next point. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറെ ആളുകൾ അനുഭവിക്കുന്ന ഒപ്രഷൻ അല്ലെ, പീഡനങ്ങൾക്കൊക്കെ ഒരു അറുതി വരുമെന്നാണ് പറയുന്നത്. And to ensure the majority cannot do anything it like, അല്ലെ, ഈ മെജോറിറ്റി ഓഫ് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ നല്ല ലക്ഷറിയസ് ലൈഫ് ജീവിക്കുന്ന ആളുകൾ മൈനോറിറ്റീസിനെ കാണുമ്പോ ഒരു പുച്ഛം അല്ലെ, അല്ലെങ്കിൽ അവരെ എല്ലാത്തിനും സൈഡ് ലൈൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ എന്തിനു കഴിയും? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് rights are essential for the survival of a democracy, including voting, government election and expressing opinions. Okay, and they protect minorities from oppression, ensure the majority cannot do anything it likes. ഇപ്പോ ഫാക്ടറിയിലൊക്കെ ആളുകളെ ഇങ്ങനെ ഒപ്രഷൻ കാണാം അല്ലെ, പീഡനം, അതുപോലത്തെ കുറെ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നു, ഫിക്സഡ് ആയിട്ടുള്ള വേജസ് കൊടുക്കുന്നില്ല, അതിനൊക്കെ ഒരു അരുതി വരുന്നു ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെ ടൈമിൽ നമുക്ക് അവകാശങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്ന് നോക്കിയാലോ? It is rights can be used when things go wrong. Okay, നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും സിറ്റുവേഷൻ ഇഷ്യൂസ് വരുമ്പോ നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ചു വന്നാണെങ്കിൽ, such as when the majority wants to dominate the minority, എന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കും, നമ്മൾ മൈനോറിറ്റിയാണ്, അപ്പോ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുമ്പോ മെജോറിറ്റി ആളുകൾ, പൈസ ഉള്ള ആളുകൾക്കാണ് ഇപ്പൊ മുൻതൂക്കം. മക്കൾക്കറിയാം അല്ലെ, അവരായിരിക്കും എന്താ പവറിൽ നിൽക്കുന്നത്. എന്നുവെച്ചാൽ പൈസ ഉള്ള ആളുകളുടെ ഇതിലാണല്ലോ എല്ലാ റൂളിംഗ് പാർട്ടീസും എല്ലാം ഉണ്ടാവുക, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവർക്ക് സപ്പോർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പോ ആ ഒരു ടൈമിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട റൈറ്റ്സ് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. പിന്നെയോ some rights need to be placed higher than the government to prevent violation. ഗവൺമെന്റിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ്. എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ വയലേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ നമുക്ക് പോരാടാൻ പറ്റണം. Most democracies have written constitution outlining basic citizen rights. എല്ലാ ഡെമോക്രസീസിലും എന്ത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? എല്ലാ ഡെമോക്രസിക്കും ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനൊരു പ്രിയാമ്പിൾ ഉണ്ട്. ആ പ്രിയാമ്പിളിൽ എന്തുണ്ട്? ഓരോ പൗരത്തിനും ഓരോ പൗരത്വം അല്ലെ, ഓരോ പൗരന് നേടിയെടുക്കാനുള്ള പൗരത്വ അവകാശങ്ങൾ അതിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് rights can be used when things go wrong, such as when the majority wants to dominate the minority. And next point, some rights need to be placed higher than the government to prevent violation. Most democracies have written constitution outlining the basic citizens' rights. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതൊക്കെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു? ഗോണ്ടാനാമോ ബേയിലുള്ള പ്രിസണേഴ്സിന്റെ സിറ്റുവേഷൻ, വിമൻ ഇൻ സൗദി അറേബ്യ, ആൻഡ് ഓൾസോ ദ പീപ്പിൾ ഹു ഹാവ് ഫേസ്ഡ് massacre in Kosovo. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് റൈറ്റ്സ് ആൻഡ് ബേസിക് സിറ്റിസൺസ് റൈറ്റ്സ് ദാറ്റ് ആർ ഇൻസ്ക്രൈബ്ഡ് ഇൻ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം അല്ലെ. നമ്മുടെ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പ്രിയാമ്പിളിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് മക്കളെ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് മക്കൾ ഓർക്കണം. വിച്ച് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദാറ്റ് എൻഷുർ, ഇത്തരം മൗലിക അവകാശങ്ങൾ എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്? ഇക്വാലിറ്റി, ഫസ്റ്റ് വൺ ഇക്വാലിറ്റി എന്ന് പറയുമ്പോ തുല്യത, ലിബർട്ടി, സ്വാതന്ത്ര്യം, ജസ്റ്റിസ്, നീതി, എല്ലാ പൗരന്മാർക്കും ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പൗരത്വ അവകാശം, മൗലിക അവകാശങ്ങൾ.
ഓക്കെ, 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഓക്കെ, These rights are a key feature of India's constitution. നമ്മുടെ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, പ്രൊവൈഡിങ് എ ബേസിക് ഗ്യാരണ്ടി ഫോർ ഓൾ സിറ്റിസൺസ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ? includes 6 fundamental rights which ensure equality, liberty and justice for all citizens, and these rights are a key feature of our India's citizens, that is inscribed for all citizens of our country. Okay, അപ്പൊ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് വൺ we are going to discuss, it is right to equality. Okay, the Indian constitution guarantees equality before law. എല്ലാവർക്കും അല്ലെ, ഓരോ ഇപ്പൊ കോടതി പോകുമ്പോ എല്ലാ പൗരന്മാർക്കും എന്താണ് തുല്യമായ അവകാശമാണ് ലോന്റെ മുന്നിലുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. എന്തെങ്കിലും ഇഷ്യൂവിൽ നമ്മൾ പെട്ടുപോയാൽ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നു. എൻഷുറിംഗ് ദാറ്റ് നോ പേഴ്സൺ ഈസ് അബവ് ദ ലോ. നമ്മൾ അങ്ങനെ പറയുന്നു, പക്ഷെ സിറ്റുവേഷൻ ഇസ് ഓപ്പോസിറ്റ് അല്ലെ. ആരും ലോന്റെ മുന്നില് ഹയറോ ലോവറോ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ ദിസ് പ്രിൻസിപ്പിൾ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ഡെമോക്രസി. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, എൻഷുറിംഗ് ദാറ്റ് നോ പേഴ്സൺ ഈസ് അബവ് ദ ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഡെമോക്രസിന്റെ ഒരു സുപ്രീം ഗോൾ എന്ന് പറയുന്നത്. No person can legally claim special treatment. ഒരു പൗരനും അവര് വലിയ റിച്ച് ഫാമിലിയിലാന്ന് കരുതിയിട്ട് അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. ഓർ പ്രിവിലേജസ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയതുകൊണ്ട് അവർക്ക് മാത്രമല്ല, എല്ലാവരും ഇസ് ഈക്വൽ ബിഫോർ ലോ. ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്? പോയിന്റ്സ്: ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ടു ഓൾ സിറ്റിസൺസ്. Next, it is the foundation of right to equality. It is the foundation of any democracy. No person can legally claim special treatment or privileges just because they are an important person എന്നാണ് പറയുന്നത്. Okay, it is for example ജെൻഡർ ബേസ്ഡ് അപ്പോൺ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും നൽകുക അല്ലെ. എന്ന് പറയാ ആർക്കാണ് ആ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ട അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോ ആയിരിക്കും. എല്ലാവരും ലോന്റെ മുന്നിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദി റൈറ്റ് ടു ഇക്വാലിറ്റി ensures that government does not discriminate against any citizen on the grounds of religion, race, caste, sex or a place of birth. എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യത എന്ന് പറയുമ്പോൾ മലയാളി, ബംഗാളി, തമിഴ്, അതുപോലെ ഹിന്ദി എന്നുള്ള രീതിയിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്താണ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ജാതിപരമായിട്ട്, അതുപോലെ തന്നെ കളർ റിലേറ്റഡ് ആയിട്ട്, സെക്സ് റിലേറ്റഡ് ആയിട്ട്, അവർ ജനിച്ച പ്ലേസ് വേറെ ആയതുകൊണ്ടോ അവരെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്താണ് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. And this principle applies to public places. ഇത് എല്ലാ പബ്ലിക് പ്ലേസസിലും ഉൾപ്പെടുത്തുന്നു. ഏതൊക്കെ പബ്ലിക് പ്ലേസസിൽ? ഇറ്റ് ഇസ് ലൈക്ക് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, hotels and cinema halls as well as public jobs acquire ചെയ്യുമ്പം എല്ലാ ഹയർ ആൻഡ് ലോവർ സെക്ഷൻ ഓഫ് പീപ്പിളിനെ acquire ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഫെസിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അതാണ് പറയുന്നത്. We have discussed that right to equality ensures that government does not discriminate against any citizen on the grounds of religion, race, caste, sex and place of birth. This principle applies to public places like shops, restaurants, hotels, cinema halls and getting public jobs. Okay, അതുപോലെ തന്നെ കോളേജസിലും സ്കൂൾസിലും ഇങ്ങനെ അഡ്മിഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില കാസ്റ്റിന് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. It is reservation for scheduled castes and scheduled tribes and other backward classes are not considered a violation of right to equality. ഇത്തരത്തിലുള്ള റൈറ്റ് ടു ഇക്വാലിറ്റിന്റെ ഇതിൽ ഒരു വയലേഷൻ ആയിട്ട് കാണുന്നില്ല ചില മൈനോറിറ്റി കാസ്റ്റിന് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ
ഈ ഒരു റൈറ്റ് ടു ഇക്വാലിറ്റി ആക്ടിന്റെ ബേസ്ഡ് അപ്പോൺ ഗവൺമെന്റ് ഹാസ് പ്രൊഹിബിറ്റഡ് എന്താണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി. കാസ്റ്റ് ബേസ്ഡ് അപ്പോൺ എനി അതർ ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കില്ല. അപ്പോ തൊട്ടുകൂടായ്മ പ്രൊഹിബിറ്റ് ചെയ്തു, ഇല്ലാതാക്കി നമ്മുടെ ഭരണഘടന. വിച്ച് റിസർവ്സ് ടു എനി ബിലീഫ് ഓർ സോഷ്യൽ പ്രാക്ടീസ് ദാറ്റ് ലുക്സ് അപ്പോൺ പീപ്പിൾ ബേസ്ഡ് ഓൺ ദി കാസ്റ്റ് ലേബൽസ് ഡിനൈസ് ദം ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. അല്ലെ, മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഭരണഘടന സമ്മതിക്കില്ല. ആൻഡ് ആക്സസ് ടു പബ്ലിക് പ്ലേസസ് എന്ന് വെച്ചാല് ലോ കാസ്റ്റിലുള്ള പീപ്പിൾ പണ്ടത്തെ കാലഘട്ടത്ത് ലാൻഡ് ലോഡ്സ് ഈ ജന്മിമാരുടെ കാലഘട്ടത്ത് ഇങ്ങനെ അമ്പലത്തിലേക്ക് എൻട്രി ചെയ്യാനോ അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കാനോ അങ്ങനെയുള്ള അവകാശങ്ങൾ, അങ്ങനെയുള്ള റിവോൾട്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാന റിവോൾട്ട്, ഗുരുവായൂരപ്പൻ സത്യാഗ്രഹ പോലെയുള്ളതൊക്കെ. ഇറ്റ് ഈസ് എല്ലാ ഈ സിറ്റീസിനും ഈക്വൽ ആയിട്ട് കാണേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു റൈറ്റ് പറയുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത മക്കളെ? റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, scheduled tribes and other backward classes are not considered a violation of right to equality. And next point, the constitution also prohibits the practice of untouchability, which refers to any belief or social practice that looks down upon people based on their caste labels and denies them interaction with others and also access to public places as equal citizens. Okay, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? Events that fundamental rights of okay. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ ദ ഈവന്റ്സ് ദാറ്റ് ഡിനൈ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആണ്. ഫസ്റ്റ് എന്തൊക്കെ ഈവന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ? എന്തൊക്കെ ഈവന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇപ്പോ പറയാം അല്ലെ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, it is Guantanamo Bay. Guantanamo Bay എന്നുള്ള the American forces, US forces against the rights of citizens, അല്ലേ? against the rights of prisoners ആണ് നമ്മൾ കണ്ടത്. Guantanamo Bay US forces is against the rights of prisoners. പിന്നെ second one we have discussed. second one ഏതായിരുന്നു? സൗദി അറേബ്യയിൽ അല്ലേ? വിമൻസ് റൈറ്റ്സ് ഇൻ സൗദി അറേബ്യ. ഇന്നും പബ്ലിക് സ്പേസ് അല്ലെ, ഇന്നും കുറെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക. ഇന്നും അവര് എന്താണ് പ്രൊട്ടസ്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിമൻ റൈറ്റ്സ് ഇൻ സൗദി അറേബ്യ. ഓക്കെ, last one, Serbs attack against Albanian family, massacre. അടുത്ത massacre in
കൊസാവോ, കൊസോവ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളാണല്ലേ പിന്നെ നമ്മൾ പറഞ്ഞത് അല്ലെ? ഇന്ത്യൻ അല്ലെ, നമ്മൾ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? എന്താണ് റൈറ്റ്സ് എന്ന് പറഞ്ഞു. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് മക്കളെ? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതിലേതാ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഈ സെഷനിൽ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഓക്കെ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഈവന്റ്സ് ആണ് ഈ നമ്മുടെ സിറ്റിസൺസിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏതൊക്കെ ഈവന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു? ഗോണ്ടാനാമോ ബേ, US ഫോഴ്സസ് അഗെയിൻസ്റ്റ് ദ റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈവന്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഈസ് ദ വിമൻസ് റൈറ്റ്സ് ഇൻ സൗദി അറേബ്യ. Okay, and massacre in Kosovo we have discussed, and next we have discussed another topic. It is Indian constitution rights ആണ്. 6 fundamental rights ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ? എത്ര fundamental rights ആണ്? 6 fundamental rights ആണ് അല്ലെ? അത് ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, 6 fundamental rights നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.